രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ബിസിനസ് എങ്ങനെ നമുക്ക് രക്ഷപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇതിനു മുമ്പ് ഞാൻ ധനം കുമിഞ്ഞുകൂടുന്നതിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ബിസിനസ് പച്ച പിടിക്കാൻ ആഗ്രഹിക്കുന്നവർ ആ വീഡിയോയും കൂടെ ശ്രദ്ധിക്കണം. ധനം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം, ധനം ഉണ്ടാകാനുള്ള മന്ത്രം അതും ചൊല്ലണം. നിങ്ങൾ അതും ചൊല്ലണം, പിന്നെ ഈ ബിസിനസ്സിന് മാത്രമായിട്ടുള്ള മന്ത്രവും ചൊല്ലണം. ഇത് ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവരാണെങ്കിൽ പ്ലേലിസ്റ്റ് ഉണ്ട്. പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം കിട്ടും. ഇതുകൂടാതെ പ്ലേലിസ്റ്റിനകത്ത് നിങ്ങൾക്ക് കൃഷ്ണൻ്റെ രാധയുണ്ട്. കൃഷ്ണൻ്റെ രാധ, രാധയുടെ പ്രണയം ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു യൂട്യൂബിനകത്ത് വെബ് സീരിയലായിട്ട് 69 എപ്പിസോഡുകൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നാളെ 69 എപ്പിസോഡ്, ചൊവ്വായാകുമ്പോൾ 69. അപ്പോൾ 68 എപ്പിസോഡുകൾ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. അഷ്ടപതിയുടെ ക്ലാസ് ഉണ്ട്. അഷ്ടപതി കേട്ട അഷ്ടപതി കൃത്യമായി ചൊല്ലി ഓം രാധായേ സ്വാഹ എന്ന മന്ത്രം ചൊല്ലി രാധേ രാധേ എന്ന് എന്നെപ്പോലെ നൃത്തം ചവിട്ടിയ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു കുട്ടിക്കുണ്ടായ അനുഭവം കഴിഞ്ഞ അഷ്ടപതി ക്ലാസ്സിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അഷ്ടപതി കേൾക്കാൻ ആഗ്രഹിക്കുന്നവരും പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും എല്ലാ വ്യാഴാഴ്ച ദിവസവും ഉച്ചയ്ക്ക് 12:30 അഷ്ടപതിയുടെ ക്ലാസ് ഉണ്ട്. അതിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങളുടെ കയ്യിൽ വന്നിരിക്കും. വീട്ടിൽ സർവ്വ ഐശ്വര്യവും രാധാകൃഷ്ണ സാന്നിധ്യവും ഉണ്ടാക്കി തരുന്ന ഒന്നാണ് ആരെന്ന് പറയുന്നത് അഷ്ടപതി. അഷ്ടപതിയെ കുറിച്ചുള്ള പ്ലേലിസ്റ്റ് എടുത്താൽ അതിൻ്റെ മുൻ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് അഷ്ടപതി കേൾക്കാം. പിന്നെ ജ്യോതിഷമുണ്ട്, നക്ഷത്ര ഫലങ്ങളുണ്ട്, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലങ്ങളുണ്ട്. ഹിന്ദുക്കൾ അറിയേണ്ടവ അത് അത്യാവശ്യമായിട്ടും കണ്ടിരിക്കണം. കാരണം നമ്മളെ ഗണപതിയെക്കുറിച്ച് ആൾക്കാരൊക്കെ ഓരോ കളിയാക്കിക്കൊണ്ട് ഓരോന്ന് പറയാറുണ്ട്. ശിവലിംഗനത്തിനെ കളിയാക്കിക്കൊണ്ട് പറയാറുണ്ട്. അതിനൊക്കെ നമുക്ക് മറുപടി കൊടുക്കണ്ടേ? അതിൻ്റെ മറുപടി എല്ലാം ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന വീഡിയോയ്ക്കകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എങ്ങനെ രാധാഭക്തനായി അത് നിങ്ങൾ കാണണം. ഞാൻ എങ്ങനെ രാധാഭക്തനായി എന്ന വീഡിയോ ഉണ്ട്. ആ വീഡിയോ നിങ്ങൾ കേൾക്കേണ്ട ഒന്നാണ്. അതേപോലെ തന്നെ വളരെ സെന്റിമെന്റൽ അറ്റാച്ച്മെന്റ് ഉള്ള വീഡിയോ ആണ് ഒരിടത്തൊരു അച്ഛനുണ്ടായിരുന്നു എന്ന വീഡിയോ. പിന്നെ പ്രണയിക്കുന്നവർ നിശ്ചയമായും കണ്ടിരിക്കണം. പ്രണയം വിജയിക്കാൻ വശ്യമന്ത്രം എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു ഹെഡിങ്ങോടുകൂടി കൊടുത്തിട്ടുണ്ട്. അത് നിശ്ചയമായും പെമ്മക്കളുള്ള എല്ലാ അമ്മമാരും അച്ഛന്മാരും അത് കണ്ടിരിക്കണം.
മക്കളെ പ്രത്യേകിച്ചും മക്കളെ വെളിയിൽ വിട്ട് ഹോസ്റ്റലിൽ നിർത്തി നിങ്ങൾ പഠിപ്പിക്കുന്നു എങ്കിൽ അതിൽ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ വഴിതെറ്റിയാൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ, അവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ കോഴ്സും ഈ രാധേ രാധേ ചാനലിനകത്തുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, അതേ കണക്ക് തന്നെ കൊട്ടാരക്കര, കായംകുളം സൈഡിലുള്ളവർക്ക് ഇവിടെ ചേർന്ന് പഠിക്കാം. ദൂരെയുള്ളവരാണെങ്കിൽ അവർക്ക് ഇവിടെ വന്നാൽ താമസ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അല്ലാത്തവർ നിങ്ങൾ യൂട്യൂബിനെ ആശ്രയിച്ചാൽ മതി. യൂട്യൂബിൽ എൻ്റെ വീഡിയോസ് 8 എണ്ണം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ അടുക്കിന് കണ്ടാൽ മതി. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് വരാം. ആദ്യം പ്രാർത്ഥിക്കാം. ഓം രാധായൈ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കീ ജയ്. എൻ്റെ മാതാവ് രാധാറാണി കീ ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരി കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ ആപത്തുകളിൽ നിന്നും രക്ഷിക്കുന്ന എൻ്റെ രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ രാധാറാണിയുടെ ഭക്തി നിറച്ചവരെ ഗോലോകത്തേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ബിസിനസ് നടത്തുന്നവരാണോ? ആണെങ്കിൽ കുഞ്ഞു ബിസിനസ് തൊട്ട് വലിയ ബിസിനസ് വരെ നടത്തുന്നത് ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധാപൂർവം കണ്ട് ഈ വീഡിയോയിൽ പറയുന്നത് പോലെ ചെയ്താൽ നിങ്ങളുടെ നഷ്ടത്തിലായിരിക്കുന്ന ബിസിനസ് നിശ്ചയമായും പുരോഗതി പ്രാപിക്കും. നിങ്ങൾക്ക് എന്ത് ജ്യോതിഷ ഉപദേശം വേണമെങ്കിലും എൻ്റെ നമ്പർ 9645333999 എന്നെ കോണ്ടാക്റ്റ് ചെയ്താൽ മതി. പിന്നെ ചിലർക്കൊക്കെ പെട്ടെന്ന് മറുപടി കിട്ടാത്തത് 100 പേരുടേത് കിടക്കുകയാണ്. ഞാൻ അടുക്കിന് നോക്കി വരുന്നത് കൊണ്ടാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഫോൺ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ബിസിനസ് നഷ്ടത്തിൽ പോവുകയാണോ? അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ, അത് പച്ച പിടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം? ആദ്യം നിങ്ങളൊരു കാര്യം എപ്പോഴും മനസ്സിലാക്കുക. നമ്മൾ ചെയ്യേണ്ട ചില കർമ്മങ്ങളുണ്ട്. ആ കർമ്മം പ്ലസ് ആരാണ്? മന്ത്രം = സക്സസ്. നിങ്ങൾ ആദ്യം ഒരു കാര്യം, നിങ്ങളുടെ ഈ ബിസിനസ് വിജയിക്കണമെങ്കിൽ, ഒന്ന്, അറിയാത്ത ബിസിനസ് തുടങ്ങരുത്. ഒരു കാരണവശാലും തുടങ്ങരുത്. നമുക്ക് നല്ല അറിയാവുന്ന ബിസിനസ് മാത്രമേ നമ്മൾ തുടങ്ങാവൂ. അതിൻ്റെ എല്ലാ സോഴ്സും സകലതും അറിയാമെങ്കിലേ ബിസിനസ് തുടങ്ങാവൂ. 2, കൂട്ടു ബിസിനസ് ചെയ്യരുത്. എപ്പോഴും കൂട്ടു ബിസിനസ് അപകടമാണ്. പലപ്പോഴും കൂട്ടു ബിസിനസ്സിൽ പുരോഗതികൾ ഉണ്ടായി തുടങ്ങുമ്പം കൂടെ നിൽക്കുന്നവൻ മറ്റേയാളെ ചതിച്ചിട്ട് പോകും. അങ്ങനെ ലക്ഷക്കണക്കിന് രൂപ നഷ്ടം വന്നവരുണ്ട്. കൂട്ടു ബിസിനസ്സിൽ തന്നെ കള്ളത്തരം നടത്തുന്നവരുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള പൈസ വെച്ചിട്ട് ചെറിയ ബിസിനസ്സായിട്ട് നിങ്ങൾ തുടങ്ങും. അത് പതുക്കെ പുരോഗതി പ്രാപിച്ചു കൊള്ളും. മാക്സിമം ഈ വാടകയ്ക്ക് ബിസിനസ് എടുക്കുന്നത് സൂക്ഷിച്ചു വേണം. ബിസിനസ് പൊളിയുന്ന പലരും വാടക കെട്ടിടത്തിൽ താമസിക്കുന്നവരാണ്. കാരണം ആദ്യമൊക്കെ നമുക്ക് ബിസിനസ് ഒന്ന് പച്ച പിടിച്ചു വരാൻ ഇച്ചിരി സമയമെടുക്കും. അപ്പം ആ സമയത്ത് എന്ത് സംഭവിക്കും? വാടക കൊടുക്കാൻ പോലും തികയില്ല. വാടക കൊടുത്ത് മുടിഞ്ഞു പോകും. സ്വന്തമായിട്ടൊരു സ്ഥലമുണ്ടെങ്കിൽ അവിടെ ബിസിനസ് തുടങ്ങിയാൽ നല്ലത്. പിന്നെ അതില്ലാത്തവർക്ക് വാടക കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് നിങ്ങൾ ആ വാടക നിങ്ങളുടെ കൊക്കിനൊതുങ്ങുന്ന വാടകയ്ക്ക് നിങ്ങൾ എടുക്കുക. പല ബിസിനസ്സും പൊളിച്ചു കൊടുക്കുന്നത് ഈ വാടകയുടെ ആധിക്യമാണ്. പിന്നെ ഒറ്റയടിക്ക് ബിസിനസ്സിൽ ഒരുപാട് പണം ഇറക്കരുത്. ബിസിനസ്സിൻ്റെ പുരോഗതി കണ്ടിട്ട് അതിനനുസരിച്ച് നമ്മൾ കുറേശ്ശെ പണം അതിനകത്തേക്ക് ഇറക്കിക്കൊണ്ടിരിക്കണം. ഇനി ഒരു ബിസിനസ് നടത്തുന്ന ആൾ ഒരു മുരട്ടനാകരുത്.
മുരടൻ, മറ്റുള്ളവരോട് പെരുമാറാൻ അറിയാൻ വയ്യാത്തവൻ ബിസിനസ് തുടങ്ങരുത്. നിങ്ങളുടെ കസ്റ്റമേഴ്സിനോട് എപ്പോഴും നിങ്ങൾ നല്ല സ്നേഹത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് വേണം നിൽക്കാൻ. ഒരു പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രൊവോക്കേഷൻ ഉണ്ടായാൽ പോലും നിങ്ങൾ അതിനകത്ത് ഇടപെടാതെ ചിരിച്ചുകൊണ്ട് തിരിച്ചൊന്നും ചൂടാകാതെ ഒക്കെ നിങ്ങൾ നിൽക്കണം. ഒരു സാധനത്തിന് സപ്പോസ് 101 രൂപ 102 രൂപയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ 1 രൂപയൊക്കെ അങ്ങ് വേണ്ടെന്ന് വെക്കണം. അയാളോട് പറയണം വേണ്ട സാരമില്ല. ചിലരങ്ങനെ ഇല്ല, ചില്ലറ ഇല്ലാത്തവരടുത്ത് ആ ചില്ലറ ഉൾപ്പെടെ വാങ്ങിക്കും. മനസ്സിലായി? എപ്പോഴും നിങ്ങൾ ആലോചിക്കുക, കസ്റ്റമർ ഈസ് ഗോഡ്. നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് നിങ്ങളുടെ ഉൽപ്പന്നം വാങ്ങിക്കാൻ വരുന്നവൻ ദൈവമാണെന്ന കാര്യം മനസ്സിലാക്കുക. അപ്പോൾ എപ്പോഴും കസ്റ്റമേഴ്സിനോട് ചിരിച്ച് അവരെ നല്ല ഇതിൽ നിർത്തി അവരോടൊരു സ്നേഹം നിങ്ങൾ എപ്പോഴും സ്ഥാപിച്ചെടുക്കുക. 2, നിങ്ങൾ വിൽക്കുന്ന സ്ഥാപനം സർവീസിങ് ഫെസിലിറ്റി നല്ലതുപോലെ ഉണ്ടായിരിക്കണം. നിങ്ങൾ വിൽക്കുന്ന സാധനത്തിന് ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ കംപ്ലൈൻറ്റ് നിങ്ങൾ പരിഹരിച്ചു കൊടുക്കണം. അല്ലാതെ കംപ്ലൈൻറ്റ് അങ്ങോട്ട് വിളിക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരുപാടെണ്ണം ഉണ്ട്, നാളെ വരും സർവീസിങ്ങിന്, മറ്റന്നാ വരും, എന്നിട്ട് വരുത്തില്ല, വിളിച്ചാൽ എടുക്കത്തില്ല. ഇവരൊക്കെ എത്ര കണ്ട് പ്രയത്നിച്ചാലും ബിസിനസ് രക്ഷപ്പെടില്ല. ബിസിനസ് രക്ഷപ്പെടുത്തണമെങ്കിൽ നിങ്ങളുടെ ഉൽപ്പന്നം വാങ്ങിച്ചു കൊണ്ടുവരുന്നവൻ പറയുന്ന പരാതി ശ്രദ്ധിക്കുകയും എത്രയും പെട്ടെന്ന് അയാളുടെ പരാതി പരിഹരിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്താൽ നിങ്ങളുടെ ബിസിനസ് അഭിവൃദ്ധി പ്രാപിക്കും. അപ്പം സർവീസിങ് ഫെസിലിറ്റി ഒരു പ്രധാനപ്പെട്ട ഘടകം. ഇനി നല്ല ക്വാളിറ്റിയുള്ള സാധനം വേണം കൊടുക്കാൻ. നിങ്ങൾ എപ്പോഴും ആലോചിക്കുക, നിങ്ങളുടെ സാധനത്തിന് അല്പം പൈസ കൂടുതലാണെങ്കിലും പ്രശ്നമില്ല. ആൾക്കാർ നോക്കുന്നത് അതല്ല, മനസ്സിലല്ലേ? ഇന്നത്തെ ആൾക്കാർ നോക്കുന്നത് അതല്ല. അപ്പം നിങ്ങൾ വിൽക്കുന്ന അതേ സാധനം തന്നെ, അതേ സാധനമൊന്നുമല്ല, അതിൻ്റെ ക്വാളിറ്റി കുറച്ച് ഒരുത്തൻ 50 രൂപ കുറച്ച് വിൽക്കുന്നു എന്നിരിക്കട്ടെ, അതിനകത്തേക്ക് ജനം പോകില്ല. ജനം നല്ലൊരു പങ്കും 10 രൂപ അധികം പോയാലും ക്വാളിറ്റിയുള്ള സാധനം വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾ ആ ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ഹോട്ടലൊക്കെ നടത്തുന്നവർ അത് വളരെ ശ്രദ്ധിക്കണം. കാരണം നമ്മളെടുത്ത് ഭക്ഷണം കഴിക്കാൻ വരുന്നവൻ, നിങ്ങളൊരു ചിക്കൻ കറിക്ക്, മനസ്സിലായില്ലേ, എനിക്ക് എത്ര വിലയെന്ന് അറിയില്ല, നിങ്ങളൊരു സപ്പോസ് ഒരു ചിക്കൻ കറിക്ക് 150 രൂപ എന്ന് പറഞ്ഞാൽ അയാൾ അത് 120 കൊടുക്കുമോ എന്ന് ചോദിക്കുന്നില്ലല്ലോ. അപ്പം നല്ല സുന്ദരൻ ഭക്ഷണം നന്നായി കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ കസ്റ്റമർ വരും. സത്യസന്ധത ബിസിനസ്സിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നെ പരസ്യം കൊടുക്കണം. നിങ്ങളൊരു സ്ഥാപനം തുടങ്ങുന്നെങ്കിൽ 10 പേര് അറിയണ്ടേ? പരസ്യം കൊടുക്കണം. ആ പരസ്യം നിങ്ങൾ ന്യൂസ് പേപ്പറിൽ കൊടുക്കാനുള്ള പാങ്ങില്ലാത്തവരത് വേണ്ട. നിങ്ങൾ കുറച്ച് നോട്ടീസ് അടിക്കുക, പത്രത്തിൽ വെച്ച് കൊടുത്താൽ മതി. പത്രത്തിൽ വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങൾ കൂടെ ചെന്നിരുന്ന് വെപ്പിക്കണം. വെളുപ്പാൻ രാവിലെ ബസ് സ്റ്റാൻഡിൽ പത്രം ഏജൻറ്റിൻ്റെ കയ്യിൽ കൊടുത്ത് വിടരുത്. 1, അവൻ 500 പത്രമേ ഉള്ളൂവെങ്കിൽ അവൻ 1000 പത്രം ഉണ്ടെന്ന് പറയും. എന്നിട്ട് ഓരോ പത്രത്തിലും ഒരു നോട്ടീസ് അവൻ 1-ൽ കൂടുതൽ കയറ്റി വെക്കും. കുറേ നോട്ടീസ് എടുത്ത് അവൻ അയ്യത്ത് എവിടെയെങ്കിലും വെള്ളത്തിൽ കൊണ്ട് അവൻ കളഞ്ഞു കളയും. അപ്പം നിങ്ങൾ കൂടെ ചെന്നിരുന്ന് അവൻ വെക്കുമ്പോൾ നമ്മൾ നോക്കണം, അവൻ സ്പീഡിനാണ് 2-3 നോട്ടീസൊക്കെ വെക്കും. അത് ചെയ്യരുത്. നമ്മൾ ഒരു സ്ഥാപനം തുടങ്ങി എന്ന് 10 പേര് അറിയണം. അപ്പം നിങ്ങളുടെ സ്ഥാപനത്തിന് ഒരു പരസ്യം ഉണ്ടായിരിക്കണം. പിന്നെ ആത്മാർത്ഥത വേണം, നല്ല ആത്മാർത്ഥത വേണം. ഹാർഡ് വർക്കിങ്, കഠിനാധ്വാനിയായിരിക്കണം. ഒരു ചെറിയ പനി വന്നാൽ അന്ന് കട തുറക്കാതിരിക്കുന്നവനാകരുത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ബിസിനസ്സിൽ ശ്രദ്ധിക്കണം. അതിനുശേഷം നിങ്ങൾ മന്ത്രത്തിലേക്ക് വരിക. ചിലരെ സംബന്ധിച്ചിടത്തോളം എത്ര ശ്രദ്ധിച്ചാലും കസ്റ്റമേഴ്സ് വരാതെ ഇരിക്കുന്നവരുണ്ട്, മനസ്സിലല്ലേ? അവർക്ക് വേണ്ട, നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ബിസിനസ്സിൽ സത്യസന്ധമായി ചെയ്യുക, സത്യസന്ധമായ ബിസിനസ് ചെയ്യുക, എന്നിട്ട് ഈ മന്ത്രങ്ങളിൽ ജപിക്കുക. നിശ്ചയമായും നിങ്ങളുടെ ബിസിനസ് അഭിവൃദ്ധി പ്രാപിച്ചിരിക്കും. ഇതിൽ പറയുന്ന മന്ത്രങ്ങൾ വീഡിയോ ആയിട്ട് ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു മന്ത്രം ചൊല്ലി നിർത്തും. അത് നിർത്തി കഴിയുമ്പോൾ അതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് വീഡിയോ ഉണ്ട്. അതിനകത്ത് ഏതുണ്ട് ഈ മന്ത്രങ്ങൾ വീഡിയോ ആയിട്ടുണ്ട്. അത് നിങ്ങൾ പോസ് ചെയ്ത് അത് നോക്കി എഴുതിയെടുക്കണം. അത് എത്ര തവണ ചൊല്ലണം എന്നത് അതിനകത്തല്ല എഴുതിയിരിക്കുന്നത്, ഇതിനകത്താണ് എഴുതിയിരിക്കുന്നത്. ഇതിൽ പറയുന്ന എല്ലാ മന്ത്രവും ചൊല്ലിയാൽ അത്യുത്തമം, ബിസിനസ് വേഗം പച്ച പിടിക്കും.
അതിന് സമയമില്ലാത്തവർ ഇതിലീ പറയുന്ന ഏതെങ്കിലും 1 2 മന്ത്രം മാത്രമായിട്ട് നിങ്ങൾ ചൊല്ലുക. പിന്നെ എന്തെങ്കിലും ഇതിനകത്ത് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി. ഓർമ്മിക്കുക, നിങ്ങളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ആ ബിസിനസ് തുടങ്ങുന്ന ബിസിനസ് സംരംഭകൻ ശ്രീപതി മന്ത്രം ജപിച്ചിരിക്കണം. ഈ ശ്രീപതി മന്ത്രം ശരിക്കും വ്യാപാര അഭിവൃദ്ധിക്ക് വേണ്ടി മാത്രമുള്ള മന്ത്രമാണ് ശ്രീപതി മന്ത്രം. ആ ശ്രീപതി മന്ത്രം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ രാവിലെയും പിന്നെ വൈകുന്നേരം എന്ന് പറയുമ്പോൾ കടയൊക്കെ അടച്ചിട്ട് വന്നിട്ട്, ഷോപ്പൊക്കെ അടച്ചിട്ട് വന്ന് കുളിച്ച് വൃത്തിയായി രാത്രി 10 മണിയെങ്കിൽ 10 മണി ആ സമയത്ത് ഒന്നും കൂടെ വിളക്ക് കത്തിച്ചിട്ട് നിങ്ങൾ ശ്രീപതി മന്ത്രം ചൊല്ലണം. ആ മന്ത്രം ഇതാണ്: ശ്രീശം സർവാഭ്യുദയ ദായികേ കർമ്മണ്യാശു പ്രകീർത്തയേത്. ഇത് 108 തവണയാണ് നിങ്ങൾ ജപിക്കേണ്ടത്. ഉച്ചാരണം കേട്ടല്ലോ? ശ്രീശം സർവാഭ്യുദയദായികേ കർമ്മണ്യാശു പ്രകീർത്ത ഏത്. 108 തവണ ജപിക്കണം. അത്ഭുതകരമായ മന്ത്രമാണ്. അതേ കണക്ക് ബിസിനസ് അഭിവൃദ്ധിക്ക് വളരെ പ്രയോജനപ്പെടുന്നതാണ് ശുക്ല മഹാലക്ഷ്മി മന്ത്രം. ഭയങ്കര ശക്തിയാണ് കേട്ടോ. നിങ്ങളുടെ ബിസിനസ് വല്ലാതെ വിഷമിക്കുന്നെങ്കിൽ അത് ചൊല്ലണം. ഇവിടെ ഒരു കാര്യവും കൂടെ ഞാൻ മുൻകൂട്ടി പറയട്ടെ. നിങ്ങളുടെ ബിസിനസ് ആഭിചാര ദോഷം കൊണ്ട് മറ്റുള്ളവരൊക്കെ ഓരോ കൂടോത്തരങ്ങൾ ചെയ്ത് അതിൻ്റെ പേരിൽ ക്ഷയിക്കുന്നെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രത്യേക മന്ത്രം ഞാൻ കൊടുത്തിട്ടുണ്ട്. ആഭിചാര ദോഷത്തിനും പ്രത്യേക മന്ത്രം ഞാൻ കൊടുത്തിട്ടുണ്ട്. ചിലർ അങ്ങനെ കഷ്ടപ്പെടുന്നവരുണ്ട്, ശത്രുക്കളുടെ ചെയ്വന കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ശുക്ല മഹാലക്ഷ്മി മന്ത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ശുക്ല മഹാലക്ഷ്മി മന്ത്രം 1008 തവണ ജപിക്കണം. ഒന്നുകിൽ രാവിലെ മാത്രം, അല്ലെങ്കിൽ വൈകുന്നേരം. 2 നേരം ജപിക്കുകയാണെങ്കിൽ സാധാരണക്കാരുടെ ഭാഷയെ പറഞ്ഞാൽ അടിപൊളി ബിസിനസ് വെച്ചടി കയറും. ഒരു കാര്യം, ഏത് മന്ത്രം ജപിച്ചാലും ഞാൻ ആദ്യം തന്ന ഇൻട്രൊഡക്ഷൻ കസ്റ്റമേഴ്സിനോട് നല്ലപോലെ പെരുമാറി നല്ല ക്വാളിറ്റിയുള്ള കാര്യങ്ങൾ കൊടുത്തു. അല്ലാതെ കസ്റ്റമേഴ്സിനെ പറ്റിക്കാനിരിക്കുന്ന ഒരുത്തൻ ഏത് മന്ത്രം ചെയ്താലും ദൈവം കടാക്ഷിക്കില്ല. ആത്മാർത്ഥതയോടുകൂടി ചെയ്യണം. എന്താണ് ശുക്ല മഹാലക്ഷ്മി മന്ത്രം? ഓം ശ്രീ ശുക്ല മഹാശുക്ലേ നിവാസേ ശ്രീ മഹാലക്ഷ്മി നമോ നമ. നമ്മൾ ചൊല്ലുമ്പം ഓം ശ്രീ ശുക്ല മഹാശുക്ലേ നിവാസേ ശ്രീ മഹാലക്ഷ്മി നമോ നമ. ആദ്യത്തെ മന്ത്രമാണെങ്കിൽ ശ്രീശം സർവാഭ്യുദയദായികൈ കർമ്മണ്യാശു പ്രകീർത്തയേ. ഇങ്ങനെ തന്നെ ചൊല്ലണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചൊല്ലാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ശുക്ല മഹാലക്ഷ്മി മന്ത്രം 1008 തവണ വെച്ച് ലഭിക്കണം. പിന്നെ നിങ്ങളുടെ ബിസിനസ് ആദ്യമായിട്ട് അങ്ങോട്ട് തുടങ്ങുന്ന സമയത്തും അതല്ല, കസ്റ്റമർ വരാൻ മടിക്കുന്നു, നമ്മുടെ സ്ഥിരം കസ്റ്റമർ പോലും വന്നിട്ട് വരുന്നില്ല, അവർക്ക് ശ്രീവൃദ്ധി മന്ത്രമുണ്ട്. മനസ്സിലായി? നമ്മളുടെ അടുത്ത് പതിവായി കുറേ കസ്റ്റമേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നു, പക്ഷേ സ്ഥിരം വരുന്ന കസ്റ്റമേഴ്സും കുറയുന്നു. അവർക്ക് വളരെ പ്രയോജനം ചെയ്യുന്നതാണ് ശ്രീവിദ്ധി മന്ത്രം. അല്ലാത്തവർക്കും ശ്രീവൃദ്ധി മന്ത്രം നമുക്ക് ജപിക്കാം. ഇതാണ് ഓം ശ്രീം 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 പരമം സിദ്ധി ശ്രീം ശ്രീം ശ്രീം. ഓം ശ്രീം 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 പരമം സിദ്ധി ശ്രീം ശ്രീം ശ്രീം. അപ്പോൾ ഈ മന്ത്രം ശ്രീവൃദ്ധി മന്ത്രം വളരെ പ്രയോജനമാണ്. അതേ കണക്ക് തന്നെ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറയാം. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന ബിസിനസ്, തകർച്ചയുടെ വക്കിലെത്തി ഇനി രക്ഷയില്ല, ബിസിനസ് പൊളിഞ്ഞ് നമ്മൾ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും, അങ്ങനെ നിൽക്കുന്ന ബിസിനസ്സുകാർക്ക് അത്യുത്തമമാണ് പത്മാവതി ലക്ഷ്മി മന്ത്രം. മനസ്സിലായില്ലേ? നിങ്ങളുടെ ബിസിനസ് അങ്ങ് പൊട്ടിപ്പൊളിഞ്ഞ് കുത്തുവള എടുത്ത് നിൽക്കുകയാണ്, ജീവിക്കണോ മരിക്കണോ എന്നറിയാൻ വയ്യാത്ത അവസ്ഥയാണെങ്കിൽ പത്മാവതി ലക്ഷ്മി മന്ത്രം അങ്ങോട്ടൊന്ന് ജപിച്ചേ, അത്യുത്തമമാണ്. എല്ലാ ബിസിനസ്സും രക്ഷപ്പെടും. അല്ലാതെ പൊളിയാതെ നിൽക്കുന്നവർക്കും ചെയ്യാം കേട്ടോ. ഓം പത്മാവതി പത്മനേത്രേ
ഹ്രീം ശ്രീം ലക്ഷ്മി പ്രദായിനി മമ സർവകാര്യസിദ്ധി കുരു കുരു ഓം പത്മാവത്യേ നമ. കുറഞ്ഞത് 108 തവണ രാവിലെയും വൈകുന്നേരവും, കൂടുതൽ എത്രയുമാകാം. ശരിക്കും ഒരു പൊളിഞ്ഞു നിൽക്കുന്നവരാണെങ്കിൽ രാവിലെ ഒരു 1008 തവണ ഇത് ജപിക്കുക, വൈകുന്നേരവും ഒരു 1008 തവണ ജപിക്കുക. കട പൂട്ടിയിട്ട് വന്ന് മതി. കുളിച്ച്, നിങ്ങൾ ജപിക്കുന്നതിന് മുമ്പ് കുളിച്ച് ശുദ്ധമായ വസ്ത്രം ധരിച്ച് ജപിക്കണം. ഓം പത്മാവതി പത്മനേത്രേ ഹ്രീം ശ്രീം ലക്ഷ്മി പ്രദായിനീം മമ സർവകാര്യസിദ്ധി കുരു കുരു ഓം പത്മാവത്യേ നമോ നമാം. ഈണമൊന്നും വേണമെന്നില്ല. ഭഗവാൻ നോക്കുന്നത് നിങ്ങളുടെ ഈണവും കാര്യങ്ങളും ഒന്നുമല്ല, നിങ്ങളുടെ ഭക്തിയാണ് ഭഗവാൻ നോക്കുന്നത്. ഇനി എന്താ പറയേണ്ടത്, ഒരു ബിസിനസ് ചെയ്ത് പൊളിഞ്ഞു, അടുത്ത ബിസിനസ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഇനി എന്തൊക്കെ ചെയ്താലും രക്ഷപ്പെടത്തില്ല. അവർക്കൊരു അത്യുഗ്ര മന്ത്രമുണ്ട്, യക്ഷിണി മന്ത്രമാണ്. ആ യക്ഷിണി മന്ത്രം ജപിക്കാൻ ആഗ്രഹിക്കുന്നവർ അതിനു മുമ്പ് എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം. അതിൻ്റെ ഒരു ബേസ് ഞാൻ ഇട്ട് തരും. അതിനുശേഷം വേണം നിങ്ങൾ യക്ഷിണി മന്ത്രം ജപിക്കാൻ. ഭയങ്കര അഭിവൃദ്ധിയാണ് യക്ഷിണി മന്ത്രം, മനസ്സിലെ. യക്ഷിണി മന്ത്രം എൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ളവരൊക്കെ എൻ്റെ അടുത്ത് പറയും, അത്ഭുതകരമാണ് യക്ഷിണി മന്ത്രം എന്ന് പറയുന്നത്. ദണ്ഡ യക്ഷിണി മന്ത്രമുണ്ട്. ബിസിനസ് കുത്തുപാള എടുത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടും. പക്ഷേ ദണ്ഡ യക്ഷിണി മന്ത്രത്തിന് പറയുന്നത് ആൽവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്ന് ജപിച്ചാൽ ഉത്തമമെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്കത് സാധ്യമല്ല. നിങ്ങളുടെ വീട്ടിന് മുമ്പിലൊക്കെ ഒരു ആൽവൃക്ഷം ഉണ്ടെങ്കിൽ അവിടെ ഇരുന്ന് ജപിക്കാം. അല്ലെങ്കിൽ അമ്പലം ഉണ്ടെങ്കിൽ നിങ്ങൾ ആൽത്തറയിൽ പോയിട്ട് ആ ആൽത്തറയിൽ ഇരുന്ന് നിങ്ങൾക്ക് ജപിക്കാം. അന്നേരം നിങ്ങൾ ഈ സമയവും കാലവും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അതല്ലെങ്കിൽ ഒരു ആൽത്തറയുടെ ചുവട്ടിൽ ഇരിക്കുന്നതായി സങ്കല്പിച്ചുകൊണ്ട് ജപിക്കണം. ഇത് 10,000 ഉരു ജപിച്ചു കഴിയുമ്പോഴാണ് സിദ്ധി വരുന്നത്, മനസ്സിലായില്ലേ. അത് നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് 10,000 ജപിക്കാം, 10,000 ദിവസം കൊണ്ടും 10,000 ഉരു ജപിക്കാം. പക്ഷേ ബിസിനസ്സൊക്കെ തകർന്നു നിൽക്കുന്നവർ എത്രയും പെട്ടെന്ന് 10,000 ഉരു ജപിക്കണം. ആ 10,000 ഉരു ജപിച്ചു കഴിയുമ്പോൾ സിദ്ധി വരുത്തും. ആ സിദ്ധി വന്നു കഴിഞ്ഞാൽ പിന്നത്തെ ജപമാണ് ബിസിനസ്സിൽ പുരോഗതി തരുന്നത്. അല്ലാതെ ആദ്യത്തെ 10,000 ജപമല്ല. ആദ്യത്തെ 10,000 ജപം കൊണ്ട് സിദ്ധി വരുത്തി ആ 10,000 ജപമാകുമ്പോൾ യക്ഷിണി സംപ്രീതയാകും, സന്തോഷവതിയാകും. സന്തോഷവതിയായി കഴിഞ്ഞു പിന്നെ നിങ്ങൾ ജപിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ബിസിനസ്സിന് മെച്ചമുണ്ടാകും. ഭയങ്കര ശക്തിയാണ്. പക്ഷേ ഇത് ആര് ജപിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിലും ദയവായി അതിനു മുമ്പ് എന്നെ ഒന്ന് ബന്ധപ്പെടണം. ഓം ഐം ഹ്രീം ശ്രീം ധനം കുരു കുരു സ്വാഹ, അതാണ് മന്ത്രം. ഓം ഐം ഹ്രീം ശ്രീം ധനം കുരു കുരു സ്വാഹ. മനസ്സിലായില്ലേ? ഇനി ഒരു യക്ഷിണി മന്ത്രവും കൂടെ ഉണ്ട്. ഈ 2 യക്ഷിണി മന്ത്രം അങ്ങോട്ട് ചൊല്ലിയ ഭയങ്കരമാണ്. അടിച്ചു കയറും. തകർന്നു നിൽക്കുന്ന ഏത് ബിസിനസ്സും അടിച്ചു കയറും. ആ മന്ത്രം ഇതാണ്: ഓം നമോ അതായത് ജ്വാലാമാലിനി മന്ത്രം. ജ്വാലാമാലിനി മന്ത്രം ഒരു യക്ഷിണിയാണത്. ജ്വാലാമാലിനി ഒരു യക്ഷിണിയാണ്. ഇതും ജപിക്കുന്നതിന് മുമ്പ് എൻ്റെ ഉപദേശം തേടണം. ഓം നമോ ഭഗവതി ജ്വാലാമാലിനി, മനസ്സിലായില്ലേ? ഗൃദ്രഗണ പരിവശതേ സ്വാഹ. ഇത് നിങ്ങൾ ഒരു വ്യാഴാഴ്ചയാണ് ജപിച്ചു തുടങ്ങേണ്ടത്. പക്ഷെ ഒരു ദിവസം 5500 തവണ ഇത് ജപിക്കണം. ഭയങ്കരമാണ്, മെനക്കെടണേ, എന്നാലേ പറ്റൂ. ഒരു ദിവസം 5500 തവണ ജപിച്ച് 23 ദിവസം നിങ്ങൾ ജപിക്കണം. മഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ജപിക്കേണ്ടത്. നിലത്തൊരു വെള്ള തുണി വിരിച്ചിടണം, മനസ്സിലായില്ലേ? മഞ്ഞ വസ്ത്രം ധരിക്കണം, നിലത്തൊരു വെള്ള തുണി വിരിച്ചിട്ടിട്ട് വടക്കോട്ട് അഭിമുഖമായിട്ടിരുന്നാണ് ജപിക്കേണ്ടത്. ക്ലീനായിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് മഞ്ഞ വസ്ത്രം ധരിക്കണം, വെള്ള തുണി വിരിച്ചിടണം, അതിനകത്ത് വടക്കോട്ട് അഭിമുഖമായിട്ടിരുന്നു കൊണ്ട് നിങ്ങൾ ജപിക്കണം. അങ്ങനെ ഒരു ദിവസം 5500 തവണ. അങ്ങനെ 23 ദിവസം കോടീശ്വരനാകും. സംശയമൊന്നും വേണ്ട. ബിസിനസ്സൊക്കെ ഡ്രെന്നും പറഞ്ഞ് വളരുന്നത് കാണാം, മനസ്സിലായ? അപ്പൊ എങ്ങനെയാണ്? ഓം നമോ ഭഗവതി ജ്വാലാമാലിനി ഗൃദ്രഗണ പരിവശതേ സ്വാഹ. ഇത് ജപിച്ചു തുടങ്ങണം. ഇനി
നമ്മുടെ ബിസിനസ് നല്ലവണ്ണം പച്ച പിടിച്ചു വരുമ്പോൾ മറ്റുള്ളവൻ അസൂയ തോന്നി നമ്മുടെ ബിസിനസ് ചെയ്യാൻ വേണ്ടി ക്ഷുദ്രം, ആഭിചാരം, സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കൂടോത്രം ചെയ്യും. അങ്ങനെ ആഭിചാര ദോഷം ചെയ്ത് നമ്മുടെ ബിസിനസ്സിന് താഴ്ച വരുന്നു. അങ്ങനെ സംശയമുണ്ടെങ്കിൽ ആഭിചാര ദോഷം മാറാനുള്ള മന്ത്രമാണ് അടുത്തത്. ആ മന്ത്രം ഇതാണ്: ഓം ഹനുമതേ നമ. ഹനുമാനെ സ്മരിച്ചുകൊണ്ട് ചെയ്യണം. ഓം ഹനുമതേ നമ മർക്കടേശ മഹോത്സാഹ. ഉത്സാഹം, മഹോത്സാഹ. അപ്പം മനസ്സിലായില്ലേ? മർക്കടേശ മഹോത്സാഹ സർവശോക വിനാശയ ശത്രൂൻ സംഹാര മാം രക്ഷശ്രിയം ദാപയ മേഘപ്രഭോ ഓം ഹനുമതേ നമ. 1008 തവണ ജപിക്കണം. ഹനുമാന്റെ മന്ത്രമാണ്. കുളിച്ച് ശുദ്ധി വരുത്തിയിട്ട് വേണം ജപിക്കാൻ. ഹനുമാന്റെ മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് ശ്രീരാമ മന്ത്രം ജപിക്കണം. മനസ്സിലായില്ലേ? രാമരാമ ജപിച്ചാൽ മതി. ശ്രീരാമനെ സ്മരിച്ച് ശ്രീരാമന്റെ മന്ത്രവും ജപിച്ചിട്ടേ ഹനുമാന്റെ മന്ത്രം ജപിക്കാവൂ. ഹനുമാന്റെ ഏത് മന്ത്രം എപ്പം ജപിക്കണമെങ്കിലും ശ്രീരാമനെ മനസ്സിൽ ധ്യാനിച്ചിട്ട് വേണം ജപിക്കാൻ. അപ്പോൾ ഓം ഹനുമതേ നമാം മർക്കടേശ മഹോത്സാഹ സർവശോക വിനാശയ ശത്രൂൻ സംഹാര മാം രക്ഷശ്രിയം ദാപയ ഏകപ്രഭോ ഓം ഹനുമതേ നമാം. 1008 തവണ ജപിക്കണം. ഇനി ഈ ആഭിചാര ദോഷം കൊണ്ട് നമ്മുടെ ബിസിനസ്സും കുത്തുവാള എടുക്കുന്നു, നമുക്കെപ്പോഴും രോഗവും വരുന്നു എന്നിരിക്കട്ടെ. മനസ്സിലായില്ലേ? കൂടാത്രം ചെയ്യുന്നു. നമുക്ക് അപ്പം എന്ത് സംഭവിക്കുന്നു? ആഭിചാര ദോഷങ്ങൾ കൊണ്ട് നമ്മുടെ ബിസിനസ്സും നശിക്കുന്നു, നമുക്ക് രോഗവും വരുന്നെങ്കിൽ അപ്പോഴും നിങ്ങൾ ജപിക്കേണ്ട മന്ത്രം പറയാം. ഓം നമോ ഭഗവതേ സപ്തവദനായ ഷഷ്ടഗോമുഖായ സൂര്യരൂപായ സർവരോഗഹരായ മുക്തിദാത്രേ ഓം 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 ഓം. അതായത് 8 തവണ ഓമുണ്ട്. ഇത് 1008 തവണ. 1008 തവണ എന്തു ചെയ്യണം? ഹനുമാൻ സ്വാമിയെ സ്മരിച്ച് ജലത്തിൽ വിരൽ മുക്കിക്കൊണ്ട് ജപിക്കണം. മനസ്സിലായില്ലേ? 1008 തവണ ഹനുമാൻ സ്വാമിയെ സ്മരിച്ചുകൊണ്ട് മോതിര വിരല് ശുദ്ധമായ പാത്രത്തിൽ വെള്ളമെടുത്ത് അതിനകത്ത് വിരൽ മുക്കിയിട്ട് ജപിച്ച് ഈ വെള്ളം അപ്പോഴത്തേക്ക് ഭയങ്കര പവറായി മാറും. ആ വെള്ളം ഈ ബിസിനസ് കൊണ്ട് നശിച്ച് രോഗമനുഭവിക്കുന്ന ആൾ കുടിക്കണം. ആ വെള്ളം കുടിക്കണം. ഭയങ്കരമായ മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ മന്ത്രം ഇതാണ്: ഓം നമോ ഭഗവതേ സപ്തവദനായ ഷഷ്ടഗോമുഖായ സൂര്യരൂപായ സർവരോഗഹരായ മുക്തിദാത്രേ ഓം 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 ഓം. കണ്ട? 8 തവണ ഓം എന്ന മന്ത്രം പറയണം. അപ്പോൾ വളരെ നിങ്ങൾ ബിസിനസ്സിലെ ആഭിചാര ദോഷം കൊണ്ട് രോഗം വന്നാൽ നിശ്ചയമായും ഇത് മാറിയിരിക്കും. അതേ കണക്ക് ബിസിനസ്സിൽ നിങ്ങൾക്കൊന്ന് പ്രശസ്തി നേടി പ്രതാപം വേണം. നിങ്ങൾക്ക് ബ്രാഞ്ചസ് ഉണ്ടെന്നിരിക്കട്ടെ. അതായത് നിങ്ങൾക്ക് കേരളത്തിൽ ബിസിനസ്, തമിഴ്നാട്ടിൽ ബിസിനസ്, മനസ്സിലായില്ലേ? ഇപ്പം കേരളത്തിൽ ബിസിനസ്, തമിഴ്നാട്ടിൽ ബിസിനസ്, അതേ കണക്ക് തന്നെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ നിങ്ങൾ ആ പ്രദേശം വിട്ട് ഒന്നിൽ കൂടുതൽ സ്ഥാപനമുണ്ട്. അപ്പം ആ സ്ഥാപനങ്ങളൊക്കെ പ്രശസ്തി വ്യാപിക്കണം. വൻകിട വ്യവസായികളൊക്കെ, വലിയ ആൾക്കാരൊക്കെ, ഒരുപാട് ഇതൊക്കെയുള്ള ബിസിനസ് സംരംഭങ്ങളുള്ള ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ ജപിക്കണ മന്ത്രമാണ്. അതായത് ആ മന്ത്രം ജ്യോതിർമയി മന്ത്രമാണ്. ജ്യോതിർമയി മന്ത്രം. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും അല്ലെങ്കിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ബിസിനസ് ഉള്ളവർ
ഫോറിനിലൊക്കെ ബിസിനസ് ഉള്ള ഒരു വലിയ സ്വർണ്ണക്കടക്കാരൊക്കെ ഇത് ജപിക്കാറുണ്ട്. മനസ്സിലായില്ലേ? വൻകിട ബിസിനസ് നടത്തുന്ന വൻകിട സ്വർണ്ണക്കടക്കാർ, വലിയ തുണിക്കട മുതലാളിമാർ, അവരൊക്കെ ഈ ജപിക്കണ മന്ത്രമാണ് ജ്യോതിർമയി മന്ത്രം. ആ ജ്യോതിർമയി മന്ത്രം ഇതാണ്: ഓം ഹ്രീം ഹംസ സ്വാഹ. പ്രശസ്തിയും ഓർമ്മിക്കുക. വൻകിട വ്യവസായികൾ, വലിയ തുണിക്കട മുതലാളിമാർ, സ്വർണ്ണക്കട മുതലാളിമാർ, ഇവരൊക്കെ ഈ മന്ത്രം ജപിക്കാറുണ്ട്. അവരുടെ ജോലി ആത്മാർത്ഥമായി ചെയ്യുകയും ഈ മന്ത്രം ജപിക്കും. ഓം ഹ്രീം ഹംസ സ്വാഹ. കണ്ടോ? ഈ മന്ത്രമാണ് നിങ്ങൾ ജപിക്കേണ്ടത്. ജ്യോതിർമയി മന്ത്രം 1008 തവണയാണ് ജ്യോതിർമയി മന്ത്രം രാവിലെയാണ് ജപിക്കേണ്ടത്. പിന്നെ രാവിലെയും വൈകുന്നേരവും ജപിച്ചാൽ വളരെ ഗുണം കിട്ടും. ഇനിയും നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും നിങ്ങൾക്ക് മുന്നേറാൻ വേണ്ടുന്ന, ഇനി നിങ്ങൾക്ക് ഉദ്യോഗം കിട്ടാതെ വലയുന്നവരുണ്ട്, അവർക്ക് വേണ്ടിയുള്ള വീഡിയോ ഉടനെ വരുന്നതാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടുന്നതാണ്. ഈ പറയുന്ന കണക്കൊക്കെ ചെയ്ത് നിങ്ങളുടെ ബിസിനസ്സൊക്കെ എന്ത് ചെയ്യട്ടെ, അഭിവൃദ്ധി പ്രാപിക്കട്ടെ. രാധാറാണിയെ സ്മരിച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്യ്. രാധാറാണിയോട് പറയുക, എൻ്റെ ബിസിനസ് നന്നായി പച്ച പിടിച്ചാൽ അമ്മയെ രാധാറാണി, ഞാൻ വൃന്ദാവനത്തിൽ വന്ന് അമ്മയെ കാണാം എന്നും മനസ്സിൽ നേർന്നിട്ട് ചെയ്യുക. ഓർമ്മിക്കുക, കഠിനമായി അധ്വാനിക്കുക, പ്ലസ് മന്ത്രങ്ങൾ ചൊല്ലുക, ഇസീക്വൽ ടു സക്സസ്. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഞാൻ അടുത്ത മന്ത്രവും കൂടെ ചൊല്ലിക്കഴിഞ്ഞ് അറ്റാച്ച്ഡ് വീഡിയോ ഉണ്ട്, ഇതിൻ്റെ മന്ത്രത്തിൻ്റെ വീഡിയോ. മനസ്സിലായില്ലേ? അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സായ അമ്മമാർക്ക് വലിയ ഇഷ്ടമാണ് ഈ മന്ത്രം. അപ്പോൾ അമ്മമാർ ചൊല്ലിക്കൊള്ളൂ. ഞാൻ പറഞ്ഞു തരാം. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായൈ സ്വാഹ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായൈ സ്വാഹ. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ. രാധ, ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ, ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ, 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 മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധ